ഹായ് നമസ്കാരം. വോയിസ് ഓഫ് മുജീബിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. T20യിൽ നിന്ന് ലങ്ക സ്വന്തം മണ്ണിൽ ഇംഗ്ലണ്ടിനെതിരെ 51 റൺസിന് പരാജയപ്പെട്ടിരിക്കുന്നു. ടോസ് ലഭിച്ച ശ്രീലങ്ക ബൗളിംഗ് തെരഞ്ഞെടുത്തപ്പോൾ ക്യാപ്റ്റന്റെ വിശ്വാസം കാത്തുസൂക്ഷിക്കുന്ന ബൗളിംഗ് പ്രകടനം തന്നെയാണ് ലങ്കൻ ബൗളേഴ്സ് കാഴ്ചവെച്ചത്. ദിൽഷൻ, ദുനിത്, മഹേഷ് തീക്ഷണ ഇവരുടെ ബൗളിംഗ് ആക്രമണമായിരുന്നു ഇംഗ്ലണ്ടിന് കൂടുതൽ നേരിടേണ്ടി വന്നത്. മൂവരും കൂടി നേടിയെടുത്തത് ഇംഗ്ലണ്ടിൻ്റെ 8 വിക്കറ്റുകൾ. ഇംഗ്ലണ്ടിന് ആശ്വാസകരമായത് ഫിലിപ്പ് സാൾട്ടിൻ്റെ 40 പന്തിൽ 62 റൺസ് നേടിയ പ്രകടനമായിരുന്നു. 2 സിക്സുകളും 6 ഫോറുകളും അടങ്ങുന്നതായിരുന്നു സാൾട്ടിൻ്റെ ആ അത്യുജ്വല ഇന്നിങ്സ്. വാലറ്റത്ത് വിൽ ജാക്സ് നടത്തിയ രക്ഷാപ്രവർത്തനമായിരുന്നു ഇംഗ്ലണ്ടിന് 146 എന്ന സ്കോർ സമ്മാനിക്കാൻ കഴിഞ്ഞത്. 14 പന്തുകളിൽ 21 റൺസ് വിൽ ജാക്സ് നേടി 4 ഫോറുകൾ അടങ്ങുന്നതായിരുന്നു ആ ഇന്നിങ്സ്. വെസ്റ്റ് ഇൻഡീസിനോടക്കം പരാജയപ്പെട്ടു വന്നിട്ടുള്ള ഇംഗ്ലണ്ടിനെതിരെ 146 റൺസ് അടിക്കുക എന്നത് അനായാസകരമാകുമെന്ന് പ്രതീക്ഷിച്ച ശ്രീലങ്കൻ ബാറ്റേഴ്സിന് അടിപതറുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. തുടക്കം മുതൽ ഇംഗ്ലീഷ് ബൗളേഴ്സിൻ്റെ ആക്രമണമായിരുന്നു. ജോഫ്ര ആർച്ചർ, ലിയാം ദേവ്സൺ, ആദിൽ റഷീദ് മൂവരും ഈ 2 വിക്കറ്റുകൾ നേടിയപ്പോൾ വിൽ ജാക്സൺ 3 വിക്കറ്റുകൾ നേടിക്കൊണ്ട് വീണ്ടും ലങ്കയുടെ അന്തകനായി. ഇംഗ്ലണ്ടിൻ്റെ കരുത്തുറ്റ ബൗളിങ്ങിനെതിരെ ഒന്ന് പിടിച്ചു നിൽക്കാൻ പോലും കഴിയാതെ 16.4 ഓവറിൽ 95 റൺസിന് ശ്രീലങ്കൻ ബാറ്റേഴ്സ് പുറത്താകുമ്പോൾ 51 റൺസിൻ്റെ കനത്ത പരാജയവുമായി സ്വന്തം കാണികൾക്ക് മുന്നിൽ തലകുനിച്ച് മടങ്ങേണ്ടി വന്നു ശ്രീലങ്കൻ കളിക്കാർക്ക്. ഒരുപക്ഷെ ഇന്നത്തെ മത്സരത്തിൻ്റെ ഹൈലൈറ്റ്സ് ഫിലിപ്പ് സാൾട്ടിൻ്റെ 62 റൺസ് എന്ന ആ അത്യുജ്വല ഇന്നിങ്സും കൂടെ വിൽ ജാക്സന്റെ ബാറ്റിങ്ങിലും ബൗളിങ്ങിലും കാഴ്ചവെച്ച ആ ഓൾറൗണ്ടർ പ്രകടനവും തന്നെയായിരുന്നു ഇംഗ്ലണ്ടിന് ലങ്കയുടെ മണ്ണിൽ 51 റൺസിൻ്റെ അത്യുജ്വല വിജയം സമ്മാനിച്ചതെന്ന് വേണം പറയാൻ. വീണ്ടും ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് എത്തും. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഗുഡ് ബൈ.